തുപ്പല്ലേ തുപ്പല്ലേ അവിടെ ഇവിടെ ഒന്നും തുപ്പല്ലേ. ഇത് ക്ഷയരോഗം പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകും. ക്ഷയരോഗം അതെന്താ? വായുവിലൂടെ പകരുമെങ്കിലും ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. ഇതൊരു മാറാ രോഗമല്ല. ലക്ഷണങ്ങൾ ചുമ, പനി, വിശപ്പില്ലായ്മ, ഭാരക്കുറവ് എന്നിവയാണ്. ഇതിനോടൊപ്പം രക്തം കലർന്ന കഫം, നെഞ്ചുവേദന എന്നിവയുണ്ടാവും. പ്രമേഹ രോഗികൾ, പുകവലി മദ്യപാന ശീലമുള്ളവർ, പ്രതിരോധ ശേഷി കുറഞ്ഞവർ, 60 വയസ്സിന് മുകളിലുള്ളവർ എന്നിവർക്കൊക്കെയാണ് ക്ഷയരോഗം വരാൻ സാധ്യത കൂടുതലുള്ളത്. ക്ഷയരോഗത്തിനെതിരെയുള്ള ശക്തമായ ആയുധമാണ് പോഷകാഹാരം. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ക്ഷയരോഗികൾക്കും നിശ്ചയ പോഷക യോജന പദ്ധതി പ്രകാരം ചികിത്സാ കാലയളവിൽ അവർക്ക് പോഷകാഹാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായം നൽകുന്നുണ്ട്. ഓരോ മാസത്തിലും ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും 1000 രൂപ വെച്ചിട്ടാണ് വരുന്നത്. അത് മറക്കരുത്. കൃത്യമായിട്ട് അത് കിട്ടുന്ന ഒരു ഫണ്ടാണ്. ശരീരത്തിൽ കാണുന്ന മുഴകളും കഴലുകളും ആ ഭാഗത്തിലെ ക്ഷയരോഗ ലക്ഷണങ്ങളുമാകാം. ക്ഷയരോഗ നിർണയവും അതിൻ്റെ ചികിത്സയും എല്ലാ സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും സൗജന്യമായി ലഭിക്കുന്നതാണ്. ലക്ഷണമുള്ളവർ കഫപരിശോധന നടത്തി ക്ഷയരോഗം ഇല്ല എന്ന് ഉറപ്പാക്കൂ. രോഗം പൂർണ്ണമായി ഭേദമാക്കാം. ആരോഗ്യ പ്രവർത്തകർ കൂടെയുണ്ട്.